നമഃ ശിവായ. ഈ മഹിളാരത്നത്തെ ഏറെ ആദരപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതിഥി മല്ലിക സുകുമാരനെ ഏറെ ആദരപൂർവം ക്ഷണിക്കുകയാണ്. നെയ്യാറ്റിക്കരയ്ക്ക് അടുത്തൊരു അമ്പലത്തിൽ പോയി. ഇപ്പോൾ അടുത്ത വേറെണ്ണം ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതുവരെ വരാത്ത ഇത്രയും വലിയ, ഞാൻ ഈ അമ്പലത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്. പ്രിയങ്കയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഈ തൈക്കാട്ടപ്പനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് അയ്യോ ഒന്ന് പോകണമല്ലോ ഈശ്വര ഭഗവാനെ എനിക്ക് തോന്നിയതുമൊക്കെ. അപ്പോൾ ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അവസരം വന്നു. അത് നന്ദകുമാർ സാർ വളരെ സ്നേഹത്തോടുകൂടി എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായ സന്തോഷം, ഞാൻ പോകണം, തൊഴണം, മഹാദേവരെ കാണണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു അമ്പലത്തിൽ വരാനായിട്ട് ദൈവമായിട്ട് ഒരു അവസരം കൊണ്ട് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ എൻ്റെ ചരിത്രങ്ങളൊക്കെ വായിച്ചു. ഇങ്ങനെ കിരാതപൂർത്തി ഭാവത്തിലാണ് മഹാദേവൻ്റെ പ്രതിഷ്ഠ ഇവിടെ ഉള്ളതെന്നും ഒരു പുനരുദ്ധാരണം നന്ദകുമാർ സാറിൻ്റെ ആത്മാർത്ഥമായ ഉത്സാഹത്തിലും പ്രയത്നത്തിലും സഹകരണത്തിലും ഇവിടെ നടന്നതും ഇതെല്ലാം കാര്യങ്ങളും ഞാൻ വായിച്ചും കേട്ടും മനസ്സിലാക്കി. ഒരു നാട്ടിൽ ഒരു ക്ഷേത്രം വരിക, അതിലെ വിശ്വാസികൾക്ക് തൊഴാനുള്ള ഒരവസരം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ആണ്ടിലൊരിക്കലും ഉത്സവം നടത്താൻ മാത്രമല്ല. എൻ്റെ ജീവിത അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കുണ്ടായ ദുഃഖങ്ങളെക്കുറിച്ച് ഞാൻ പരസ്യമായിട്ട് ആരോടും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഒരു സമാധാനത്തിൻ്റെ പാതയിലൂടെ എന്നെ കൈപിടിച്ചു കൊണ്ടുപോകാൻ ദൈവീകമായ ഒരു ശക്തി ഉണ്ടായിരുന്നാൽ എനിക്ക് ആരും ശത്രുക്കളില്ല. അത് ജീവിതത്തിലുമില്ല, സിനിമയിലുമില്ല. പിന്നെ രാഷ്ട്രീയവും സിനിമയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അവിടെ എവിടെയൊക്കെ ചെറിയ ചെറിയ സ്വാരസ്യങ്ങളും അവസരങ്ങളും ഒക്കെ കേൾക്കും. അതൊന്നും ഒരു വ്യക്തിപരമായ വിരോധങ്ങൾ കൊണ്ടല്ല. ശിവരാത്രി തിരുവുത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധങ്ങളായ കലാപരിമ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത് മലയാള തനിമ വിളിച്ചോതുന്ന തിരുവാതിരക്കളിയുടെ മനോഹരമായ ചുവടുവയ്പ്പുകൾ വെണ്ണലയുടെ പുണ്യഭൂമിയെ ധന്യമാക്കി തീർത്തുകൊണ്ട് വിവിധ സമിതികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും നൃത്തവും അല്പസമയങ്ങൾക്കകം തന്നെ സ്റ്റേജിൽ ആരംഭിക്കുകയാണ്. ആരംഭിക്കുന്നു.